ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, തലസ്ഥാന നഗരത്തിലും വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം പാലിച്ചുകൊണ്ട്, കൃത്യമായ നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികളാണ് തലസ്ഥാനത്തുള്ളത്. എന്താണ് തലസ്ഥാനത്തെ വിശേഷങ്ങൾ? തീർച്ചയായും അഞ്ജന, കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വലിയൊരു ജനക്കൂട്ടമാണ് മാനവീയത്തിലായാലും കനകക്കുന്നിലായാലും വലിയൊരു ജനക്കൂട്ടമാണ് ഈ പുതുവത്സര രാവിൽ പുതുവത്സരത്തെ മനോഹരമാക്കാൻ ഈ കനകക്കുന്നിലും ഒപ്പം മാനവീയം വീതിയിലും ഒക്കെ തന്നെ എത്തുന്നത്. ഈ മാനവീയം വീതിയും കനകക്കുന്നിനും പുറമെ വർക്കല, പാപനാശം ബീച്ച്, കോവളം ബീച്ച്, ഒപ്പം അത്തരത്തിലുള്ള ഈ കോവളത്ത് അടക്കം വർക്കലയടക്കമുള്ള സ്ഥലങ്ങളിലും ഈ പുതുവത്സര രാവ് പുതുവത്സരത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ പുതുവത്സര രാവിനെ അത്യുഗ്രൻ കളറാക്കി മാറ്റുകയാണ് തലസ്ഥാന നഗരിയിലെ ഓരോ ജനതയും എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിലാണ് നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയൊരു ജനക്കൂട്ടമാണ് ഈ പുതുവത്സര രാവ് അത് മനോഹരമാക്കാൻ, തങ്ങളുടെ ജീവിതത്തിലെ ഒരു വർഷം അവസാനിച്ച് മറ്റൊരു വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് അത് മനോഹരമാക്കാൻ വേണ്ടി ഒരു വലിയ രീതിയിൽ അതിനെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ 2023 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2023 എന്ന് പറയുന്നത് എന്നും സാംസ്കാരിക കലാപരിപാടികളുടെ ഒരു വർഷമായിരുന്നു 2023 എന്ന് പറയുന്നത്. അതിന് വിട ചൊല്ലി മറ്റൊരു 2024 എന്നുള്ളൊരു വർഷം നമ്മൾ സ്വാഗതം ചെയ്യുന്ന സമയത്തും ഇത്തരത്തിൽ സാംസ്കാരിക കലാപരിപാടികളുടെ ഒരു വർഷമായി തന്നെ ഈ 2024 എന്നുള്ള വർഷം മാറട്ടെ എന്ന് കൂടിയാണ് ഇവിടെ എത്തുന്ന ഓരോ ആൾക്കാരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ എന്ത് പരിപാടികൾ നടക്കുന്ന സമയത്തും ഈ തലസ്ഥാന നഗരിയിൽ ആദ്യം അതിൻ്റെ അലയൊലികൾ ഉണ്ടാകുന്നത് ഈ കനകക്കുന്നിലും ഒപ്പം മാനവീയം വീതിയിലും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഘോഷരാവ് അത് അത്രത്തോളം മനോഹരമാക്കുകയാണ് തലസ്ഥാന നഗരിയിലെ ഓരോ ജനങ്ങളും. ശംഖുമുഖ ബീച്ചായാലും വർക്കലയായാലും കോവളമായാലും ഒക്കെ തന്നെയും വലിയ DJ പാർട്ടികൾ നടക്കുന്നുണ്ട്. ഈ DJ പാർട്ടികളൊക്കെ തന്നെയും 12 മണിക്ക് അവസാനിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ കർശന നിയന്ത്രണങ്ങളുണ്ട്. ഈ DJ പാർട്ടികളൊക്കെ തന്നെയും 12 മണിക്ക് അവസാനിക്കുന്നതാണ്. അതിനുശേഷം ഈ ബീച്ചിലേക്കുള്ള പ്രവേശനവും അത് 12 മണിക്ക് അവസാനിക്കും. ഇനി നിമിഷങ്ങൾ മാത്രമാണ് മറ്റൊരു വർഷത്തിലേക്ക്, പ്രതീക്ഷയുടെ പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പുതുവത്സര രാവ് അത് ക്രമസമാധാനം കൃത്യമായി പാലിച്ചുകൊണ്ടാകണമെന്നുള്ളത് സംസ്ഥാനത്തെ പോലീസുകാർ അത് നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തലസ്ഥാന നഗരിയിൽ വലിയ രീതിയിലുള്ള പോലീസ് ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 1500ഓളം വരുന്ന പോലീസുകാരാണ് തലസ്ഥാന നഗരിയിലെ മാത്രം ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടി 1500-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ആണ് തിരുവനന്തപുരം നഗരത്തിലും നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെയായി വിന്യസിച്ചിട്ടുള്ളത്. മാനവീയം വീഡിയോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒരു ആഘോഷരാവുകളിലൊക്കെ തന്നെയും മാനവീയം വീഡിയോ എന്ന് പറയുന്നൊരു സംഘർഷം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ്, പൂർണ്ണമായി നമുക്കത് ഉണ്ടാകില്ല എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം അത്തരത്തിലുള്ള കർശന പരിശോധനകളും നിയന്ത്രണങ്ങളും ഒക്കെ തന്നെയാണ് മാനവീയം വീഡിയോ ആയാലും കനകക്കുന്നിലായാലും പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മഫ്തിയിലടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ക്രമസമാധാനം നിരീക്ഷിക്കാൻ വേണ്ടി മഫ്തിയിലടക്കം വനിതാ പോലീസുകാർ മഫ്തിയിലടക്കം ഡ്യൂട്ടിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതുപോലെ വലിയൊരു ജനക്കൂട്ടമാണ് കനകക്കുന്നിലായാലും മാനവീയത്തിലായാലും വന്ന് എത്തിച്ചേരുന്നത്. ഓരോ നിമിഷം കഴിയുന്തോറും ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി നേരത്തെ പറഞ്ഞതുപോലെ നിമിഷങ്ങൾ മാത്രമാണ് ഒരു പുതിയൊരു വർഷത്തിനെ നമുക്ക് വരവേൽക്കാനുള്ളത്. ലോകത്ത് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് പുതിയൊരു വർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ളത്. നമുക്ക് കനകക്കുന്നിലെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ജനക്കൂട്ടം തന്നെയാണ് കനകക്കുന്നിലും അനുഭവപ്പെടുന്നത്. എന്തായാലും കേരളത്തിലുടനീളം വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നമ്മൾ ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ്. അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇപ്പോൾ ആഘോഷ പരിപാടികൾ ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ തലസ്ഥാന നഗരിയിലേക്ക്, തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നു. കനകക്കുന്നിലടക്കം ദീപാലങ്കാരവും മറ്റും കാണുന്നതിന് വേണ്ടി ആളുകളെല്ലാം കൂട്ടത്തോടെ എത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.